ഹായ്, എൻ്റെ ഫേസ് കണ്ടാരും ഭയപ്പെടണ്ട. ഞാൻ ഭയങ്കര പുട്ടിയാണെന്നാണ് കുറച്ച് പേര് പറയുന്നത്. അപ്പോൾ ഞാനിടുന്ന പുട്ടി എന്തൊക്കെയാണെന്ന് കണ്ടാലോ? ഗെറ്റ് റെഡി വിത്ത് മീ. ആദ്യം സൺസ്ക്രീൻ. ഖത്തറിലെ ചൂടിൽ സൺസ്ക്രീൻ ഇല്ലാതെ വെളിയിൽ പോകുന്നത് നോട്ട് പോസിബിൾ. ജസ്റ്റ് ചൂടുകൊണ്ട് മാത്രമല്ല, എൻ്റെ സ്കിന്നിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പാടുകളുണ്ട്. എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഇത് സ്പ്രെഡ് ആവുന്നു. സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ ഇത് ഒത്തിരി സ്പ്രെഡ് ആവില്ലെന്നാണ് എന്നോടൊരു ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് അത്യാവശ്യമായിട്ട് സൺസ്ക്രീൻ ഇടണം. പിന്നെ മോയ്സ്ചറൈസിങ് ക്രീം. ഈ AC-യിൽ 24 hours നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. അപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീം നിർബന്ധം. പിന്നെ ഞാൻ ഐലൈനർ എഴുതിയില്ലെങ്കിൽ ഞാൻ കരഞ്ഞിരിക്കുന്നത് പോലെയാണ്, ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ലെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അത് മാത്രമല്ല, ഐലൈനർ എഴുതി എനിക്കൊരു സന്തോഷം വരും. അതുകൊണ്ട് ഞാൻ ഐലൈനർ എഴുതി കണ്ണിൻ്റെ അടിയിലും മുകളിലുമായിട്ട് എഴുതി. പിന്നെ ഇപ്പോഴത്തെ സ്റ്റൈല് പോലെ നന്നായിട്ട് വാലിട്ടൊക്കെ എഴുതാൻ എനിക്ക് അത്ര അറിയത്തില്ല. 2 ഐലൈനർ വെച്ചിട്ടാണ് ഞാൻ ഇതിലും ഒന്ന് ഒപ്പിക്കുന്നത്. ശേഷം കുറച്ച് മസ്കാരയൊക്കെ ഇട്ട് നമുക്ക് കുറച്ച് പൊക്കിയൊക്കെ വെക്കാം. ഇങ്ങനെയൊക്കെയാണ് ഞാൻ മേക്കപ്പ് ഇടുന്നത്. ഞാൻ യൂസ് ചെയ്ത ലിപ്സ്റ്റിക്ക് മെബിലിൻ്റെ വേറൊരു ഷെയ്ഡായിരുന്നു 11. പക്ഷേ അത് തീർന്നതുകൊണ്ട് പുതിയതാണ് ഞാനിപ്പം ഉപയോഗിക്കുന്നത്. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല, ബട്ട് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. അതിനുശേഷം ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കി ഇച്ചിരി സെറമൊക്കെ ഒന്ന് തേച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ ഏകദേശം മേക്കപ്പൊക്കെ തീർന്നു. പിന്നെ കമ്മൽ ചൂസ് ചെയ്യുന്ന ഏതായിരുന്നു, ഈ കളർ വേണോ എന്നായിരുന്നു. അവസാനം ഞാൻ കണ്ടുപിടിച്ചു. മേക്കപ്പ് എന്ന് പറയുന്ന ഒരു കലയാണ്. എനിക്കത് അത്ര സെറ്റ് ആവാറില്ല. പക്ഷേ ഇത്രയെങ്കിലും ചെയ്താലേ എനിക്ക് വെളിയിൽ ഇറങ്ങുമ്പോൾ ഒരു കോൺഫിഡൻസ് വരും. മറ്റൊരാൾ കാണണോ ഇല്ലയോ അതൊന്നുമല്ല എൻ്റെ കാര്യം. എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ ഒരു തോന്നൽ വേണം. അതിനാണ് ഞാൻ ചെയ്യുന്നത്. അതിന് ആർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഐ ഡോണ്ട് കെയർ.